പൊക്കിയാ മതി. നിങ്ങൾക്കറിയാം, വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അവിടെ ശബരിമല ധർമ്മശാസ്താവിൻ്റെ സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. 2019 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് 2022 ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു. ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത്. 2019ലെയും 2022ലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി. അപ്പോൾ ഈ തെളിവുകളെല്ലാം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. ആ തെളിവുകളുള്ളപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു. അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് 2022ലെ 19ലെയും മഹസർ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചില്ല? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരിലെ ചിലരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ്. അത് മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, രണ്ടാമതൊരു ഗുരുതരമായ കുറ്റം ചെയ്തത് വീണ്ടും അയാളെ തന്നെ ഈ മഹസർ റിപ്പോർട്ട് പ്രകാരം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടും അതേ സ്പോൺസറെ തന്നെ 2025 വീണ്ടും സ്വർണം പൂശാൻ വിളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടുകച്ചവടമാണ്. അപ്പോൾ വീണ്ടും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്ത് 30 കിലോഗ്രാമിലധികം സ്വർണമാണ് UB ഗ്രൂപ്പിലെ വിജയ് മല്യ നൽകിയത്. അതിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് 4 കിലോ സ്വർണത്തിൻ്റെ കുറവ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മെറ്റീരിയൽസിലെല്ലാം ഇതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് 30 കിലോയിലധികം സ്വർണം UB ഗ്രൂപ്പ് കൊടുത്തിട്ട് അതിൽ എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട്? 4 കിലോ മാത്രമല്ല, അതിൽ കൂടുതൽ കാണാതെ പോയിട്ടുണ്ട്. എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട്? ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ ഏൽപ്പിക്കുന്ന ഈ സംഭവം മദ്രാസിലെത്തുന്നത് 40 ദിവസം കഴിഞ്ഞിട്ടാണ്. 40 ദിവസം ഇത് എവിടെയായിരുന്നു? വേറെ ചെമ്പിൻ്റെ മോൾഡ് ഉണ്ടാക്കുകയായിരുന്നു. ചെമ്പ് പാളി മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് രേഖ. അപ്പോൾ ഗുരുതരമായ വിഷയം അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്തതിലുണ്ടായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. 1. 2, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. 3, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം. ഈ 3 ഡിമാൻഡാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് എന്തുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്നാണ് മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ചിരിച്ച് മണ്ണ് വെപ്പും. എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പോയെന്നാൽ, നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു എന്നാൽ, ഇതേ വിഷയം 19-ാം തീയതി ഈ സഭാ സമ്മേളനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പോലുള്ള അനുമതി നൽകാതെ തള്ളുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചോദ്യോത്തര വേള തൊട്ട് ഞങ്ങൾ സംഭിപ്പിച്ചത്. ഇത് പറയാൻ നോട്ടീസ് കൊടുത്തിട്ട് അനുമതി തന്നിട്ടില്ല. പിന്നെ മന്ത്രിമാർ പറയണ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇന്ത്യയിൽ ആദ്യമായി, കേരളത്തിലാദ്യമായി, ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ അവർ സംഭിപ്പിക്കുന്നതെന്നാണ്. 6 പ്രാവശ്യം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഈ പ്രതിപക്ഷം ചോദ്യോത്തരവേള സംഭിപ്പിച്ചിട്ടുണ്ട്. 17/6/2013, 14/6/2012, 17/6/2013, 12/12/2014, 15/12/2014, 23/3/2015. അപ്പോൾ ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് എന്തോ മഹാപാതകമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെ സ്പീക്കർ പറയാം. ഇവരെല്ലാം ഇത് ചെയ്താണ്. 6 പ്രാവശ്യമാണ് ഞങ്ങൾ പ്രതിപക്ഷത്ത് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേള സംഭിപ്പിക്കുന്നത്, അല്ലേ? ഇത് 6 പ്രാവശ്യം സംഭിപ്പിച്ച ആളുകൾ അപ്പുറത്തിരുന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഞങ്ങളെ ഞെട്ടിച്ചത് എന്താണ്? മന്ത്രി ശിവൻകുട്ടി പറയാണ് മര്യാദ വേണം സമരം ചെയ്യണേന്. എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ദയവ് ചെയ്ത് അദ്ദേഹം കാണിക്കരുത്. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം വരെ പണ്ട് കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. അദ്ദേഹം കാണിച്ചു തരരുത് മര്യാദയും എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന്. ദയവ് ചെയ്ത് കാണിച്ചു തരരുത്. എന്തൊരു തമാശയാണ് ഇവർ പറയുന്നത്. വളരെ ഗൗരവതരമായ
ഈ വിഷയം ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയും നാളെ ചേരുന്ന UDFും ഗൗരവതരമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും. വളരെ പവിത്രമായ കാലാകാലമായി യാതൊരുവിധ കോൺട്രോവേഴ്സികൾക്കും ഇടം കൊടുക്കാതെ UDF ഗവൺമെൻറ്റുകൾ മുഴുവൻ, ഒരുപക്ഷെ UDF ഗവൺമെൻറ്റുകളല്ല കഴിഞ്ഞ കാലങ്ങളിൽ 2019 മുമ്പുള്ള ഗവൺമെൻറ്റുകളൊക്കെ കൈകാര്യം ചെയ്തു പോയ ഒരു വിഷയമാണ് ശബരിമല. അതുപോലെ തന്നെ മണ്ഡലകാലം